ഇവിടെ ചില ആളുകൾ ഇന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു സഹോദരി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചൊരു കാര്യം, ഉസ്താദേ SIR-മായി ബന്ധപ്പെട്ട് ഭർത്താവ് ഭയങ്കര പേടിയിലാണ്, ആ മനുഷ്യനിപ്പോ ശരിക്കും കിടന്നിട്ട് ഉറക്കില്ല, വലിയ ആശങ്കയാണ്, നമ്മളൊക്കെ നാട്ടിൽ നിന്ന് പോകാൻ പോലും ഇത് കാരണമാകുമോ എന്ന ചിന്ത. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കി, അങ്ങനെ പേടിക്കൊന്നും വേണ്ട, നമുക്ക് മാത്രമൊന്നുമല്ലല്ലോ, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരുതരം പേടി നമ്മളിൽ പലരുടെയും ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ചിലരുടെ സംസാരത്തിൽ നിന്ന് അത് ബോധ്യപ്പെടും. എന്തിനാണ് കൂട്ടരെ പേടിക്കുന്നത്? SIR നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടൊന്നുമല്ല, മുൻ വർഷങ്ങളിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഭയപ്പെടുകയും ആശങ്കപ്പെടുകയുമല്ല ചെയ്യേണ്ടത്. നമ്മൾ കരുതണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്തോ ആയിക്കോട്ടെ, എനിക്കത് വിഷയമല്ല, ഞാനൊരു ഫോമും പൂരിപ്പിക്കൂല, എനിക്കാ പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക, അത് ശരിയല്ല. തവക്കുൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? വമൻ യതവക്കൽ അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖല്ലാഹു ലഹും കമാ യർസുഖുത്വയ്ർ ലറസഖഹുല്ലാഹു കമാ യർസുഖുത്വയ്ർ. നിങ്ങൾ തവക്കുലാക്കേണ്ട പ്രകാരം അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ അല്ലാഹു ഭക്ഷണം കൊടുക്കും. പക്ഷി തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിതാന. പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി ആ പക്ഷി കൂട് വിട്ടിറങ്ങി, അന്നം തേടി ഇറങ്ങി. അപ്പോഴാണ് വതറൂഹു ബിതാന, നിറഞ്ഞ വയറുമായി ആ പക്ഷി കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇതാണ് യഥാർത്ഥ തവക്കുൽ എന്ന് പറഞ്ഞാൽ, ആ പക്ഷി ചെയ്യേണ്ട പണി ആ പക്ഷി ചെയ്തു എന്നതുപോലെ ആ ഫോം പൂരിപ്പിക്കാനുള്ള നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഒപ്പിച്ച് നിർണയിക്കപ്പെട്ട ദിവസത്തിനുള്ളിൽ കൃത്യമായി നമ്മളത് ചെയ്യുക. അതിനാവശ്യമായ ആളുകളുടെ സഹായം തേടി ആ സംഗതിയോട് നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ പിന്നെ ആ കാര്യത്തിൽ ആശങ്കയില്ല, ഭയപ്പെടേണ്ടതില്ല. എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് ഒരു തരം പേടിയും ഭീതിയുമുള്ളവരായി നമ്മൾ മാറിപ്പോകരുത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അർത്ഥത്തിലും നമുക്ക് റാഹത്ത് നൽകട്ടെ. നമ്മൾ എന്തിനിവിടെ ഭയപ്പെടണം? ചെയ്യേണ്ടത് ചെയ്ത് അഭിമാനത്തോടുകൂടെ ഇവിടെ ജീവിക്കണം. കാരണം ഇത് നമ്മളെ തറവാടാണ്, ഇന്ത്യ നമ്മളെ തറവാടാണ്. വല്ലിപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നത് ഈ രാജ്യത്തേക്കാണ്. ഇവിടുന്ന് മക്കയിലേക്ക് പോയി 40 ഹജ്ജ് ആദം നബി ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസ് ഷരീഫിൽ വന്നതല്ലേ മുഅ്മിൻ? അതുകൊണ്ട് അഭിമാനത്തോടുകൂടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സൗഹൃദത്തോടെ ഈ രാജ്യത്ത് നമുക്ക് കഴിഞ്ഞുകൂടണം. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സധൈര്യം മുന്നോട്ട് പോവുക. വോട്ടും ഇലക്ഷനൊക്കെ ഒക്കെ അടുത്തു വരികയാണ്. അതൊക്കെ നമ്മുടെ അവകാശങ്ങൾ, അത് കൃത്യമായി നമ്മൾ വിനിയോഗിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഇസ്സത്തും സലാമത്തും സന്തോഷവും നൽകി നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാവട്ടെ.